എറണാകുളത്ത് 19-കാരിയെ വീട്ടിൽ അവശനിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പെൺകുട്ടി ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനും പീഡനത്തിനും ഇരയായി എന്നാണ് ലഭിക്കുന്ന വിവരം. കഴുത്തിൽ കയർ മുറുക്കിയ നിലയിൽ അർദ്ധനഗ്നയായ അവസ്ഥയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ആൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. നില അതീവ ഗുരുതരമെന്നാണ് ലഭിക്കുന്ന വിവരം. കസ്റ്റഡിയിലുള്ള യുവാവ് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇയാളെ ഒരാൾ കൊണ്ടുവിടുന്നതിന്റെയും വീട് ചാടിക്കടക്കുന്നതിന്റെയും ഒക്കെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തലയോലപ്പറമ്പ് സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള ഈ ഒരു ആൺസുഹൃത്ത്. യുവതിയുടെ വളർത്തമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ ബലാത്സംഗം, വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായി DYSP VT ഷാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. യുവതിക്ക് ദേഹോപദ്രവമേറ്റിട്ടുണ്ട്. ആരോഗ്യനിലയിൽ ഒന്നും പറയാറായിട്ടില്ല. പെൺകുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് സൂചന. മൃതപ്രായയായ പെൺകുട്ടി മരിച്ചെന്ന് കരുതി ഇയാൾ കടന്നു കളഞ്ഞതാണെന്നും സൂചനയുണ്ട്. ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ വളർത്തമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു. കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൈയുടെ ഈ ഒരു മുറിവിൽ ഉറുമ്പരിച്ച നിലയിലുമായിരുന്നു. അർദ്ധനഗ്നയായ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പീഡന ശ്രമവും പോലീസ് സംശയിക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ആൺസുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. കുറച്ചു നാളുകളായി അമ്മയും പെൺകുട്ടിക്കൊപ്പമല്ല താമസം. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് രാത്രി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. വെളുപ്പിന് 4 മണിയോടെ പെൺകുട്ടി തന്റെ മർദ്ദനത്തിൽ മരിച്ചു എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇയാൾ ഇവിടെ നിന്ന് പോയത്. എന്നാൽ പിന്നീട് ബന്ധു ഈ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ സോഫയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസിനെ വിവരം അറിയിക്കുന്നു. ഈ ആൺസുഹൃത്തിന്റെ ഭീഷണി കാരണമാണ് താൻ വീട് മാറി താമസിക്കുന്നതെന്ന് അമ്മ പ്രതികരിച്ചിട്ടുണ്ട്. ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മകൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും അമ്മ പറയുന്നു. ഇയാൾ മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. നാട്ടുകാർക്ക് തലവേദനയുമായിരുന്നു ഇയാളെന്നറിയുന്നു. അവർ പോലീസിനെ പരാതിയും അറിയിച്ചിരുന്നു പലതവണ. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഏതെങ്കിലും ഒരു വണ്ടിയിൽ വരും, ഇയാൾ കുറച്ചു കഴിഞ്ഞ് തിരികെ പോകുമെന്നും നാട്ടുകാർ പറയുന്നു. മുൻപ് നാട്ടിലെ ചില ആളുകളുമായി റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാവുകയും തുടർന്ന് സമീപവാസികൾ ചേർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. യുവാവ് ശനിയാഴ്ച രാത്രി 11-നാണ് പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ തിരിച്ചുപോയി. അന്ന് ഉച്ച കഴിഞ്ഞാണ് പെൺകുട്ടിയെ അവശയായ നിലയിൽ ബന്ധു കണ്ടെത്തിയത്. അർദ്ധനഗ്നയായ ശരീരമാസകലം ചതഞ്ഞ പാടുകളും പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. കഴുത്തിൽ കയർ മുറുക്കിയ നിലയിലും കൈയിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലുമായിരുന്നു. 2021 പോക്സോ കേസിലെ അതിജീവിതയാണ് യുവതി. കഴുത്തിലുള്ള മുറിവ് ഗുരുതരമാണ്. ദേഹമാസകലം ചതവുണ്ട്. പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തു വരികയാണ്. യുവാവിനെ കണ്ട കാഴ്ചയിൽ തന്നെ ഒരു സുഖകരമല്ലാത്ത ലുക്കാണ് തോന്നിയതെന്നും ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്ന് സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ദത്തുപുത്രിയായിരുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തിയാണ്. 4 വർഷം മുൻപാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. പെൺകുട്ടി ഇപ്പോഴും അബോധാവസ്ഥയിലായതിനാൽ പോലീസിന് മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ഒറ്റയ്ക്കായ യുവതിയെ ഇയാൾ ആക്രമിച്ചതായാണ് നിഗമനം. സമീപത്തുകൂടി പോയ ബന്ധുവാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടതെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ തലച്ചോറിനും കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഉച്ചയോടെ അടുത്ത ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ട് മറുപടി കിട്ടാതായതോടെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ യുവതിയെ കണ്ടെത്തിയത്. പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നു. യുവതിയെ ആദ്യം തൃപ്പൂണിത്തുറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 വർഷം മുൻപ് പെൺകുട്ടി വിദ്യാർത്ഥിയായിരിക്കവെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് കുട്ടിയെ ഇരയാക്കിയത്. 4 മാസം മുൻപ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായി. അടുത്തിടെയാണ് ഇവർ ജാമ്യത്തിലിറങ്ങിയത്. അതേസമയം യുവാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ അമ്മ രംഗത്തെത്തിയിരുന്നു. മകളെ ആൺസുഹൃത്ത് നിരന്തരം ഉപദ്രവിച്ചിരുന്നു. നേരത്തെയുണ്ടായ ആക്രമണത്തിൽ മകളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നു. പലതവണ വിലക്കിയിട്ടും യുവാവ് വീട്ടിലെത്തി. മകളുടെ ആൺസുഹൃത്തിന്റെ ആക്രമണം ഭയന്നാണ് വീട് മാറിയതെന്നും പെൺകുട്ടിയുടെ വളർത്തമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. മിക്കവാറും യുവാവ് വരുന്നത് താൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് സമീപവാസികൾ പറഞ്ഞാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത്. ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ആൺസുഹൃത്ത് മകളെ ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ വളർത്തമ്മ മൊഴി നൽകിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.